Hello everybody, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കൊറോണ വൈറസിന്റെ കാലമാണ്. എനിക്കറിയാം ഇപ്പോഴും ഹോൾ വേൾഡ് കൊറോണ വൈറസിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഓൾറെഡി കൊറോണ വൈറസിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങളുമായിട്ട് ഇൻഫോർമേഷൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാണ്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക് ഫേഷ്യൽ സ്റ്റീമിംഗ് അഥവാ മുഖം ആവി പിടിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ്. സോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫേഷ്യൽ സ്റ്റീമിങ്ങിന്റെ ഗുണങ്ങൾ, ബെനിഫിറ്റ്സ്? ഫേഷ്യൽ സ്റ്റീമിംഗ് അഥവാ മുഖം ആവി പിടിക്കുക അത് ചെയ്യുന്നത് കാരണം മെയിൻ ആയിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള പോഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ പോഴ്സ് ഉണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ചെറിയ ചെറിയ പോഴ്സ് ഉണ്ട്. അപ്പൊ ഈ പോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയി കിട്ടും. അപ്പോ സപ്പോസ് നിങ്ങളുടെ ഈ പോഴ്സിന്റെ അകത്ത് ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ഡേർട്ട് അതല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള മേക്കപ്പ് കഴുകിയിട്ടും പോവാത്തത് എന്തെങ്കിലുമൊക്കെ അതിന്റെ അകത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ ഈ പോഴ്സ് ഓപ്പൺ ആവുന്നത് മൂലം നമുക്ക് ഡീപ്പ് ക്ലെൻസിങ്ങിന് പറ്റും. അപ്പം ഫേഷ്യൽ സ്റ്റീമിംഗ് ചെയ്യുന്നത് മൂലം ഡീപ്പ് ക്ലെൻസിങ്ങിന് പറ്റും. അപ്പം അതേപോലെ തന്നെ ഈ പോഴ്സ് ഓപ്പൺ ആവുന്നത് കാരണം പോഴ്സിന്റെ അകത്താണ് ചിലർക്കൊക്കെ കാണാൻ പറ്റും ഈ നോസിന്റെ മോളില്, നോസിന്റെ രണ്ട് സൈഡിലൊക്കെ വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഫേഷ്യൽ സ്റ്റീമിംഗ് ചെയ്യുന്നത് കാരണം ഈ പോഴ്സ് ഓപ്പൺ ആവും. ഈ പോഴ്സിന്റെ അകത്തുള്ള ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് കുറച്ചുകൂടെ ഒന്ന് ലൂസൺ ആയി കിട്ടും. അപ്പൊ നമുക്കത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് സപ്ലൈ, ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ സ്റ്റീം ചെയ്യുന്നത് കാരണം കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കൂടും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സ്റ്റീം ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ നമ്മൾ സ്വെറ്റും ചെയ്യുന്നുണ്ട്, വിയർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് ഡൈലേറ്റ് ആവും. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ, ഒരുപാട് ബ്ലഡിന് നമ്മുടെ സ്കിന്നിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കാരണം എന്താ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഒരുപാട് ന്യൂട്രിയൻസും അതേപോലെ ഓക്സിജനും ഒക്കെ സപ്ലൈ കൂടും. അപ്പൊ സ്കിന്നിന്റെ നറിഷ്മെന്റ് കൂടും, അതിനനുസരിച്ചിട്ട് സ്കിന്നിന്റെ ഗ്ലോ കൂടും, നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് സ്കിൻ നമുക്ക് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കാരണം തന്നെ നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ആയിട്ടും അതേപോലെ നല്ല യങ് ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇലാസ്റ്റിൻ ആൻഡ് കൊളാജൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. അപ്പൊ എന്താ ഇതിന്റെ പ്രൊഡക്ഷൻ കുറച്ചുകൂടെ കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കാരണം അത് പറ്റും. അപ്പൊ എന്താ ഇങ്ങനെ ഫേഷ്യൽ സ്റ്റീമിംഗ് ചെയ്യുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതുവഴി ഇലാസ്റ്റിൻ ആൻഡ് കൊളാജന്റെ പ്രൊഡക്ഷൻ കൂടും, അതുവഴി നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ടൈറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ യങ് ലുക്കിംഗ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് എന്താ അങ്ങനെ ഏജിങ് എന്നുള്ള പ്രശ്നം കൊണ്ട് വരുന്ന സ്കിൻ റിങ്കിൾസ് ആവാം, ഈ ചുളിവുകളൊക്കെ ഉണ്ടല്ലോ ഫേസിൽ, അതൊന്നും പെട്ടെന്ന് വരില്ല. അപ്പം അത് ഒരു ഗുണമാണ്. പിന്നെ അതേപോലെ തന്നെ ചിലർക്ക് കാണാൻ പറ്റുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് സൈനസൈറ്റിസ്. അപ്പൊ നമ്മുടെ ഫേസിൽ തന്നെ കുറെ സൈനസസ് ഉണ്ട്. അത് ഈ ഭാഗത്ത് സൈനസസ് ഉണ്ട്, അതേപോലെ നോസിന്റെ ഈ രണ്ട് സൈഡിലുണ്ട്, പിന്നെ ഇവിടെ. അപ്പം ചിലർക്കൊക്കെ ഈ സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഹെഡേക്ക്, വളരെ സിവിയർ ഹെഡേക്ക് ഇവിടെ കാണാൻ പറ്റും. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൈനസസിന്റെ അകത്ത് മ്യൂക്കസ് അടിഞ്ഞുകൂടിയിരിക്കുക. അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോഴാണ് ഈ ഹെഡേക്ക് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ഈ ഫേഷ്യൽ സ്റ്റീമിംഗ് ചെയ്യുന്നത് വഴി ഈ മ്യൂക്കസിനെ നമുക്ക് സോഫ്റ്റൻ ചെയ്യാൻ പറ്റും. ഈ ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മ്യൂക്കസ് നമുക്ക് സോഫ്റ്റൻ ചെയ്തിട്ട് നമ്മുടെ നോസ് വഴി അതിനെ പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ എന്താ ഒബ്വിയസ്ലി ഹെഡേക്ക് റിലീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഫേഷ്യൽ സ്റ്റീമിംഗ് ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യൽ ആണ്.
പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഫേഷ്യൽ സ്റ്റീമിങ് ചെയ്യുന്നത് വഴി നമുക്ക് സപ്പോസ് നിങ്ങൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഹെർബൽ പ്രൊഡക്ട്സ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ റിലാക്സിങ് ആണ്, സൂതിങ് ആണ് നമ്മുടെ സ്കിന്നിന്. അങ്ങനെയുള്ള കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് ഇത് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട കുറച്ച് ഗുണങ്ങൾ. പിന്നെ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ ഫേഷ്യൽ സ്റ്റീമിങ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുമായിരിക്കും ലൈക്ക് എങ്ങനെയാണ് നമ്മൾ ആവി പിടിക്കുക. ഒരുപാട് ഹോട്ട് വാട്ടർ ഒന്നും എടുക്കരുത് കേട്ടോ. ഒരു മോഡറേറ്റ്ലി ഹോട്ട് ആയിട്ടുള്ള വെള്ളം എടുക്കുക, അത്യാവശ്യം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ബേൺ ആയി പോകും. ഒരുപാട് ഹോട്ടായിട്ടുള്ള സ്റ്റീം നിങ്ങളുടെ ഫേസിലേക്ക് ഡയറക്റ്റ് വരികയല്ലേ, അപ്പോൾ അത്യാവശ്യം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു 5 to 10 minutes നിങ്ങൾ സ്റ്റീം ചെയ്യണം. ഓക്കെ, എന്നിട്ട് സ്റ്റീമിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒബ്വിയസ്ലി നിങ്ങളുടെ ഫേസിൽ പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിരിക്കും, അതേപോലെ നിങ്ങളാകെ വിയർത്തിരിക്കുകയായിരിക്കും. അപ്പൊ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്താ വേണ്ടത്, അപ്പൊ തന്നെ ഒരു കോട്ടൺ എടുത്തിട്ട് മൊത്തം അങ്ങോട്ട് റബ്ബ് ചെയ്തിട്ട് ആകെ നശിപ്പിക്കരുത്. ബിക്കോസ് ആ സമയത്ത് നിങ്ങളുടെ സ്കിന്ന് ഒത്തിരി സെൻസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നുകിൽ നിങ്ങൾ കോട്ടൺ എന്തെങ്കിലുമൊക്കെ ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒപ്പിയെടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ കൂൾ വാട്ടർ ഉണ്ടല്ലോ, ഒരു നല്ല തണുത്ത വെള്ളം, ചൂട് വെള്ളത്തിലല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ആ സ്വെറ്റ്, ആ വിയർപ്പ് കളഞ്ഞതിന് ശേഷം സപ്പോസ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് പാക്ക് അവൈലബിൾ ആണെങ്കിൽ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക. ബിക്കോസ് ഓൾറെഡി നിങ്ങളുടെ ഫേസിൽ പോഴ്സ് ഓപ്പൺ ആണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ നല്ല ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് 100% കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, പോഴ്സ് ഓപ്പൺ ആണ്, അതുകൊണ്ട് തന്നെ ഡേർട്ടിനെ റിമൂവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു നല്ല ഫേസ് പാക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഉണങ്ങി കഴിഞ്ഞാൽ അത് സർക്കുലർ മോഷനിൽ സോഫ്റ്റ് ആയിട്ട് സർക്കുലർ മോഷനിൽ അതിനെ കളയണം. ഒരുപാട് ഹാർഡായിട്ട് നിങ്ങളുടെ കൈയുടെ മൊത്തം പ്രഷർ നിങ്ങളുടെ ഫേസിലേക്ക് കൊടുക്കരുത് കേട്ടോ. അത് ഞാൻ പറഞ്ഞു, അത് ആ സമയത്ത് നിങ്ങളുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ആ ഫേസ് പാക്ക് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം റിമൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഫേസ് പാക്ക് മൊത്തം ഒന്ന് ഇളക്കിയെടുക്കുക, സർക്കുലർ മോഷനിൽ മൂവ് ചെയ്തിട്ട് അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് കഴുകുക. ഓക്കെ, അതിനുശേഷം ഐസ് ക്യൂബ്സ് എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ വീട്ടിൽ ഐസ് ക്യൂബ്സ് ഫേസിൽ മൊത്തം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് കോട്ടൺ ക്ലോത്ത് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ട് ആ ഒരു നനഞ്ഞിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നിങ്ങളുടെ ഫേസിന് ആ ഒരു ഗ്ലോ, ആ ഒരു റിലാക്സ്, ആ ഒരു സൂതിങ്, ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഭയങ്കര റീഫ്രഷ്മെന്റ് ആയിരിക്കും ഫീൽ ചെയ്യുക. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ. വീക്ക്ലി വൺസ്, എപ്പോഴും എല്ലാ ദിവസവും ഇത് ചെയ്യരുത് കേട്ടോ, അത് നിങ്ങൾക്ക് നല്ലതല്ല. സോ വീക്ക്ലി വൺസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് 100% റിസൾട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി ആഗ്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല റിസൾട്ട് ഇത് തരുന്നുണ്ട്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിന്നിന് വളരെ ബെനിഫിഷ്യൽ എഫക്റ്റ് ആണ് ഇതിൽ നിന്നും കിട്ടുക. സോ ഇന്നൊരു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. സോ കൊറോണയാണ്, എഗെയിൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇപ്പോഴും ലോക്ക്ഡൗൺ ആണ്, എഗെയിൻ ആൻഡ് എഗെയിൻ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. സോ എല്ലാവരും സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം ഒരു നല്ലൊരു പുതിയ ഒരു ടോപ്പിക്കുമായി വരുന്നത് വരെ, ഓൾ ദ വെരി ഗുഡ് ലക്ക് ടു എവരിബഡി. ടേക്ക് കെയർ.